നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 108. നാട്ടിൽ തിരിച്ചെത്തിയ ജയ് ഒന്ന് വിശ്രമിക്കാനൊരുങ്ങി. അല്പനേരത്തെ വിശ്രമണത്തിനു ശേഷം അവൻ അവൻ്റെ ജോലിയിലേക്ക് പോയി. ഈ സമയം മീനുവിൻ്റെ മനസ്സിൽ നിറയെ ജയ്യോട് തുറന്നു പറയാനൊരുങ്ങുന്ന തൻ്റെ പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ജയ്യോട് താൻ എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുമ്പോൾ അതവൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കണം. അത് എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ അത്രത്തോളം അതിനെ മനോഹരമാക്കണം. മീനു മനസ്സിൽ കുറിച്ചിട്ടു. എപ്പോഴാണ് ജയെ ആദ്യമായി കണ്ടത്? അവൾ അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവളുടെ ഓർമ്മകളിൽ അവനെ ആദ്യമായി കണ്ടത് എന്നാണെന്ന് ഓർമ്മയില്ല. പക്ഷേ സിനിമ സെറ്റിലാണ് എന്ന് മാത്രം അവളൊന്ന് ഓർത്തു. പിന്നീടങ്ങോട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സഹോദരനെ പോലെ തോന്നിയതും അവൾക്ക് ഓർമ്മയിൽ വന്നു. താൻ തന്നെ ചേച്ചിയെന്ന് വിളിക്കാൻ അവനോട് പറഞ്ഞതും മീനു ഓർത്തു. എന്തുകൊണ്ടാണ് ഒരുപാട് പരിചയമൊന്നുമില്ലാത്ത വെറും 2-3 ദിവസത്തെ പരിചയം കൊണ്ട് അവനോട് തന്നെ ചേച്ചി എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞതെന്ന് ഇന്നും മീനുവിന് ഓർമ്മയില്ല. ഒരു പക്ഷേ അന്നേ ദൈവം തനിക്ക് വേണ്ടി അവനെ തീരുമാനിച്ചത് കൊണ്ടാവാം തൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെയൊരു കടന്നുകയറ്റം അവനുണ്ടായതെന്ന് അവൾക്ക് തോന്നി. പിന്നീടങ്ങോട്ടുള്ള തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും മീനു മനസ്സിലോർത്തു. തങ്ങളുടെ വിവാഹ ദിവസം രണ്ടുപേരും ഒരു താല്പര്യവുമില്ലാതെയായിരുന്നു അന്ന് ആ വിവാഹത്തിനൊരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഒന്ന് ആഘോഷിക്കാൻ പോലും സാധിച്ചില്ല, മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പോലും. ഇന്നിന് ആ നിമിഷത്തെ ഒരു ഓർമ്മ പോലും ഇന്നും തൻ്റെ മനസ്സിലില്ല. കഴുത്തിൽ കിടക്കുന്ന താലി അവൻ കെട്ടിയതാണെങ്കിലും ഇന്ന് വരെ അതിനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ട് അന്നാണ് അവൻ കഴുത്തിൽ കെട്ടിയ ആ താലി മീനു കയ്യിലെടുത്തത്. ആരും കാണാതെ താൻ ഒളിപ്പിച്ചു വച്ചിരുന്ന താലി. പക്ഷെ ഇന്ന് വരെ അതൊന്ന് കയ്യിലെടുത്തിട്ടില്ല അവൾ. ഒന്ന് ശരിക്കും നോക്കിയിട്ട് പോലുമില്ല. ഇന്നവൾക്ക് അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കണമെന്ന് തോന്നി. താലിമാല താനാണ് അവന് വാങ്ങി നൽകിയത്, തനിക്കിഷ്ടപ്പെട്ടത്. എങ്കിലും കഴുത്തിൽ കെട്ടിത്തന്നത് അവനാണല്ലോ എന്നവൾ ഓർത്തു. പിന്നീടങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മീനു ഓർത്തു. നല്ലതെന്ന് പറയാൻ, ഓർമ്മിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരുടെയൊക്കെയോ നിർബന്ധപ്രകാരം വിവാഹം. ആദ്യം ദേഷ്യം, വാശി, ആരോടൊക്കെയുള്ള പ്രതികാരത്തിന് അവനെ ഇരയാക്കി. എന്നിട്ടും എല്ലാം ക്ഷമിച്ചും സഹിച്ചും അവൻ കൂടെ നിന്നു. ആ നിൽപ്പിൽ എവിടെയോ തോന്നിയ ഒരു പ്രണയം. പക്ഷെ ഇനിയുള്ള ജീവിതം അങ്ങനെയാവരുത്. അവനുമൊത്തുള്ള ഓരോ നിമിഷങ്ങളും മനസ്സിലോർക്കാൻ സാധിക്കണം. ഓരോ നിമിഷത്തിൻ്റെയും സന്തോഷം ആസ്വദിക്കാൻ സാധിക്കണം. അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാവണം. ജയ്യോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്ന നിമിഷം. താൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണവനെന്ന് അവൾക്കറിയാം. അവനൊരിക്കലും അത് തുറന്നു പറയില്ല. ഇതിൽ താൻ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. അത് ഇനിയും ഒരുപാട് നീട്ടരുത്. ഇന്ന് രാത്രി തൻ്റെ പ്രണയം അവനെ അറിയിക്കണം. അതും ആ നിമിഷം ഏറ്റവും മനോഹരമായിരിക്കണം. അവൻ ജീവിതത്തിൽ ഒരിക്കലും ആ നിമിഷം മറക്കരുത്. ശരിക്കും അവനെ ഒന്ന് നെട്ടിക്കണം. ഇത്ര പെട്ടെന്ന് എൻ്റെ പ്രണയം അവനോട് പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാവുമ്പോൾ അതിന് സന്തോഷം കൂടും. ശരിക്കും ഒന്ന് ആസ്വദിക്കണം. ഇനിയുള്ള ജീവിതത്തിൽ അവനും താനും മാത്രം.
തനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം അവനിലൂടെ തിരിച്ചു പിടിക്കണം. നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഈ ലോകത്ത് കാണിച്ചു കൊടുക്കണം. മീനുവിൻ്റെ ചിന്തകൾ കാടു കയറി തുടങ്ങി. ജയ്യെ കാത്തിരിക്കുന്നതും എത്രയും പെട്ടെന്ന് ഒന്ന് വൈകുന്നേരമാവണേ എന്നുള്ള പ്രാർത്ഥനയും. ഈ സമയം ജയ് ജോലി തിരക്കിൽ തന്നെയായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ജയ്യെ തേടി മീനുവിൻ്റെ ഫോൺ കോൾ എത്തി. ഹലോ. ആ ആ മിനു പറയും. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമല്ലോ അല്ലേ? അത് താൻ എവിടെയാ പറഞ്ഞേ? ഞാനിപ്പോൾ ദാ വീട്ടിൽ വന്നതേ ഉള്ളൂ. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ആണോ? താൻ ക്ഷീണിച്ചിരിക്കുകയാണോ ഇപ്പോൾ? അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വരാം. ഒരുപാട് ഡ്രൈവ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ അയച്ചിട്ടുണ്ട് ലൊക്കേഷൻ. ഓക്കെ, ഞാൻ നോക്കട്ടെ. വരാം. അല്ല, എന്താ അവിടെ? അതൊന്ന് പറയേ. അത് വരുമ്പോൾ പറയാം. ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ. അല്ല, എന്താ പരിപാടി എന്ന് പറയേ. എന്നാൽ പിന്നെ വരാൻ സൗകര്യമല്ലേ? ഞാനെന്തെങ്കിലും വാങ്ങണോ? ഏയ്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. താനൊന്ന് റെഡി ആയിട്ട് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ ഇങ്ങോട്ട് വരുള്ളൂ? അതെന്താ, കാര്യം അറിയാതെ നീ വരില്ല? അവളുടെ ആ ചോദ്യം ജയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും മീനുവിന് ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ലേ. ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ. ഓക്കെ. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവും. ആ പറഞ്ഞ ലൊക്കേഷനിലെത്തിയാൽ എന്നെ വിളിക്കുമല്ലോ അല്ലേ? ശരി, വിളിക്കാം. എനിക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്നാ ഇപ്പോൾ വെക്കട്ടെ? വെച്ചോളൂ. ബൈ. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. എന്തായിരിക്കും അവിടെ ഇവക്കൊരു വട്ട്. കുളിച്ചൊരുങ്ങി മീനു പറഞ്ഞ സ്ഥലത്തേക്ക് ജയ് എത്തി. അവിടെ നിന്ന് അവൻ മീനുവിനെ വിളിച്ചു. ഇതൊരു ഹോട്ടലാണല്ലോ, ഇവിടെ തന്നെയാണോ വരാൻ പറഞ്ഞേ? അതെ. എത്തിയോ? എത്തി. ഞാൻ പാർക്ക് ചെയ്യാണ് വണ്ടി. ശരി. ഇപ്പോൾ തന്നെ കൂട്ടാൻ ഒരാൾ വരും, അയാളുടെ കൂടെ വന്നാൽ മതി. ആളോ? ഇതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് തിരിഞ്ഞപ്പോഴേക്കും ഹോട്ടലിൻ്റെ മാനേജർ ജയ്ക്ക് മുന്നിലെത്തി. ഹലോ സർ. ഹലോ, ജയ് സാർ അല്ലേ? ജയ് സാർ. ജയ് എന്നല്ലേ പേര്? അതെ. ഞാൻ രാധാകൃഷ്ണൻ, ഈ ഹോട്ടലിൻ്റെ മാനേജറാണ്. ഓക്കെ. മാഡം വെയിറ്റിംഗ് ആണ്. മാഡത്തിന് സാറിനെ കാത്തിരുന്ന് മടുത്തെന്നാണ് തോന്നുന്നത്. എന്തേ ഇത്രയും ലേറ്റായത്? അത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഒരുപാട് ലേറ്റായോ? അല്ല, മാഡം വന്നിട്ട് ഒരുപാട് സമയമായതുകൊണ്ടായിരിക്കും. ശരിക്കും കാത്തിരുന്ന് മടുത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആണോ? സാർ വരൂ പ്ലീസ്. ആർഭാടകരമായ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ഹോട്ടലിൽ പതിവ് വഴിയിലെ കൂടി ആയിരുന്നില്ല അയാൾ ജയ്യെ കൊണ്ടുപോയത്. സർ, ഇതിലെ നടക്കാം. ഇതിലെയോ? വരൂ സർ. ഓക്കെ. സാറിന് എപ്പോഴാ മാഡത്തെ ആദ്യമായി കണ്ടത്? അയാൾ അങ്ങനെയൊരു ചോദ്യമാണ് ജയ്യോട് ചോദിച്ചത്. ആദ്യമായി കണ്ടതോ? അല്ല, നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ.
ഞങ്ങള് 1 വർഷാവാറായി. ഓഹ്, എവിടെ വെച്ചായിരുന്നു ആദ്യ മീറ്റിംഗ്? അത് ഞങ്ങള് സിനിമാ സെറ്റിൽ വെച്ച്. ഓഹ്! ഓക്കെ, ഓക്കെ. ഞാൻ ഇത്രയും ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചില്ല. കണ്ടപ്പോ സത്യം പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല. ആം, ചെറുപ്പക്കാരനോ? അല്ല, മാഡത്തിന്റെ ആളെന്നൊക്കെ പറയുമ്പോ ഞാൻ കരുതി കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കുംന്നാ വിചാരിച്ചേ. സാറ് ഭയങ്കര യങ്ങാണല്ലോ. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ജയ്ക്ക് മനസ്സിലായില്ല. ആ, സർ, ഇതിലെ നടന്നോളൂ. ആ, അയാൾ മുന്നിലുള്ള ഒരു വഴി കാണിച്ച് ജയ്യോട് അങ്ങനെ പറഞ്ഞു. ആ വഴി നോക്കിയപ്പോൾ ജയ് ശരിക്കുമൊന്ന് നെട്ടി. ആ, ഇത് ഇത് നടക്കാനുള്ളതാണോ? അതെ സർ. സാറിന് നടക്കാൻ വേണ്ടി മാഡം റെഡിയാക്കിയതാണ്. ഏ, എനിക്ക് നടക്കാൻ വേണ്ടി റെഡിയാക്കിയതോ? അതെ സർ, സാറിന് നടക്കാൻ വേണ്ടി തന്നെയാണ്. ജയ് ആ വഴി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു പാത പോലെ. തനിക്ക് നടക്കാൻ തൻ്റെ ഭാര്യ റോസാപ്പൂക്കൾ കൊണ്ട് ഒരു കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു എന്നാണ് അവന് തോന്നിയത്. സർ, എന്താ നോക്കുന്നേ? മാഡം കാത്തിരിക്കുന്നുണ്ട്. സർ, നടന്നോളൂ, അയാൾ വീണ്ടും പറഞ്ഞു. ജയ്ക്ക് അപ്പോഴും സംശയം വിട്ടുമാറിയില്ല. മീനു എന്തിനായിരിക്കും തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? തനിക്ക് നടക്കാൻ വേണ്ടി അവൾ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത്? ജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ പാതയിൽ കൂടെ ഷൂ ഇട്ട് നടക്കാൻ അവന് ഒരല്പം ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. താൻ ഷൂ ഇവിടെ അഴിച്ചു വെക്കണോ എന്ന് പോലും അവൻ ആദ്യം സംശയിച്ചു. സാർ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? സാർ നടന്നോളൂ. ആ, 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 അല്ല, ഈ പൂക്കളുടെ മുകളിൽ ഈ ഷൂ ഒക്കെ ഇട്ട് നടക്കണോന്നാ ഇങ്ങനെ. അയ്യോ, അത് കുഴപ്പമില്ല സാർ. സാറിന് നടക്കാനുള്ളതല്ലേ. സാർ നടന്നോളൂ. ആ, എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ, സാർ ആലോചിക്കരുത്, നടന്നോളൂ. ആ, അയാൾ വീണ്ടും നിർബന്ധിച്ചു. അയാൾ പറഞ്ഞതനുസരിച്ച് ജയ് മുന്നോട്ട് നടന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും ജയ്യെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇവള് എന്തായി കാണിച്ചു വച്ചിരിക്കുന്നത്? പെട്ടെന്ന് ജയ് നടക്കുന്ന ഓരോ വഴികളും പ്രകാശം കൊണ്ട് നിറയാൻ തുടങ്ങി. അതിൽ അതിമനോഹരമായ പൂക്കളുടെ അലങ്കാരം, മെഴുകുതിരിയുടെ വെളിച്ചം. കാഴ്ചകൾ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരുന്നു ജയ്ക്ക്. എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ജയ്ക്ക് മനസ്സിലായില്ല. ആർഭാടവും അലങ്കാരവും ഒരുമിച്ച് ചേർന്നുള്ള ആ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ജയ് മുന്നോട്ട് നടന്നു. ജയ് ചെന്നെത്തിയത് ഒരു ഹാളിലായിരുന്നു. അതിവിശാലമായ ഒരു ഹാൾ. അവിടുത്തെ കാഴ്ചകൾ അതിനേക്കാളും മനോഹരം. കണ്ണിനെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധം അത്രത്തോളം മനോഹരം. എത്രത്തോളം അലങ്കാരവും ആർഭാടവും നിറഞ്ഞ ഒരു കാഴ്ച. റോസാപ്പൂക്കളുടെ അലങ്കാരം തന്നെയായിരുന്നു അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സംഗീതോപകരണങ്ങളുമായി ഒരുപാട് സംഗീതജ്ഞന്മാർ അവരുടെ ഉപകരണങ്ങൾ ആസ്വദിച്ചു വാഴിക്കുന്നു. ഹാളിൻ്റെ ഒത്ത നടുക്കത്ത് മീനു തനിക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസ് ജയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും വിധമായിരുന്നു അലങ്കരിച്ചിരിക്കുന്നത്. അതിനേക്കാളും ജയ്യെ ഞെട്ടിച്ചത് മീനുവായിരുന്നു. പെട്ടെന്നുള്ള മീനുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ജയ് ശരിക്കുമൊന്ന് നെട്ടി. തൻ്റെ ഭാര്യ ഇന്ന് വരെ അവളുടെ സൗന്ദര്യം നോക്കി നിന്നിട്ടില്ല. പക്ഷേ കൺമുന്നിൽ കാണുന്ന ഈ കാഴ്ചയെ നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഇന്നവൾ അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്.
അവളുടെ പ്രായം എത്രയാണെന്ന് പോലും മറക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം. അവൾ ധരിച്ചിരിക്കുന്ന ആ ഗൗൺ അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഭാര്യ തന്നെയല്ലേ? എനിക്ക് സംശയമായി. അതെ, മീനു തന്നെ, അതിലൊരു സംശയം വേണ്ട. എന്നാലും എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് അവളുടെ മനസ്സിൽ? മീനുവിൻ്റെ പുറകിലായി നിൽക്കുന്ന ഓരോ അലങ്കാരങ്ങളും ജയ്ക്ക് അതിനുള്ള ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. ഒരു പ്രണയം അവൾ അവിടെ തീർത്തതുപോലെ ജയ്ക്ക് തോന്നി. ഒരു പ്രണയാർദ്ധമായ നിമിഷങ്ങളുടെ സംഗീതവും അവിടെയായി ഉള്ളിലേക്ക് ഒഴുകിയെത്തി. ജയ്ക്ക് കാര്യം മനസ്സിലായി. താൻ അവളുടെ കണ്ണിൽ കണ്ട ആ നോട്ടം പ്രണയത്തിൻ്റേത് തന്നെയായിരുന്നു. അവൾ തന്നെ പ്രണയത്തോട് തന്നെയാണ് നോക്കിയത്. അവളുടെ കണ്ണുകളിൽ തന്നോട് കാണുന്ന പ്രണയം. ജയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെയായി. ജയ് ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് നിന്നു. മീനു ജയുടെ അടുത്തേക്കായി നടന്നു നീങ്ങി. ജയ്, അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ജയുടെ കണ്ണിലേക്ക് നോക്കി അവൾ പതുക്കെ വിളിച്ചു. തനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അവൾ ജയ്യോട് പതുക്കെ ചോദിച്ചു. അതിനവന് മറുപടി പറയാൻ സാധിച്ചില്ല. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഒരുപാട് നേരമൊന്നും കഴിഞ്ഞില്ല. ജയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി മീനു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റിങ് ജയ്ക്ക് നേരെ നീട്ടി. ഐ ലവ് യു. അവൾ ആ വാചകം കൂടി പറഞ്ഞു. നമുക്കിനി വിവാഹം കഴിക്കാനില്ല. എന്നാലും ഞാൻ ചോദിക്കുക, ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവളുടെ ആ ചോദ്യം കൂടി. ചുറ്റും കൂടി നിൽക്കുന്ന സംഗീതജ്ഞന്മാർ അവളുടെ ആ ചോദ്യത്തിനനുസരിച്ച് മനോഹരമായുള്ള സംഗീതം വായിച്ചു. ദൂരെ മാനേജർ ആ കാഴ്ച കണ്ടു നിൽക്കുന്നതും ജയ് ശ്രദ്ധിച്ചു. മീനുവിൻ്റെ ഈ ചോദ്യത്തിന് തൻ്റെ മറുപടി നോ ആണെന്ന് ഇത്രയും പേരുടെ മുന്നിൽ താൻ എങ്ങനെ പറയും? മീനുവിനോട് തനിക്കൊരു പ്രണയം തോന്നിയിട്ടില്ല എന്ന സത്യം ജയ് വെളിപ്പെടുത്തുമ്പോൾ താങ്ങാനാവുമോ മീനുവിന്? അടുത്ത ഭാഗം ഉടൻ വരും. കാത്തിരിക്കുക.